സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ശുപാർശ നൽകി. BMW കാർ ഉള്ളവരടക്കം പെൻഷൻ മേടിക്കുന്നു എന്ന് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ, അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്, എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിനെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ. ഷഫീദ് റാവുത്തറും കോട്ടയ്ക്കിൽ നിന്ന് വിപിൻ സി വിജയനും ചേരുന്നുണ്ട് വിവരങ്ങളും. ആദ്യം ഷഫീദിലേക്ക്. ഷഫീദ്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന വാർത്തയിലെത്തി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് വലിയ എണ്ണമാണ്, വലിയ എണ്ണം ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുന്നു. ആ പട്ടിക, അതിലെ ആൾക്കാരുടെ എണ്ണം ഇനിയും കൂടുമെന്ന കാര്യം കൂടി മനസ്സിലാവുമ്പോൾ എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ധനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ എന്താണ്? നടപടി ഏതറ്റം വരെ പോകും? ഈ വിഷയത്തിൽ 2023 സെപ്റ്റംബർ മാസത്തെ C&AG റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിലടക്കം പറയുന്നത് ഈ രീതിയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടും എന്നുള്ളത് തന്നെയാണ്. അതായത് 2023 ആ റിപ്പോർട്ടിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി നമുക്ക് ഇന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് 2017 മുതൽ 2020 വരെ 39.27 കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കി എന്നും മാത്രവുമല്ല സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത്. എന്നാൽ ധനവകുപ്പിന്റെ നിലവിലത്തെ കണ്ടെത്തലുകളിൽ അത്രയും കണക്കുകളില്ല. പക്ഷേ എങ്കിൽ കൂടി ആ വിഷയത്തെ ഗൗരവമായി കാണാനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ദുർബല വിഭാഗത്തിന്റെ പണം തട്ടിയെടുക്കുന്ന സംഭവം അപമാനകരം എന്നുള്ളതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ച കാര്യം. ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ മറ്റു വകുപ്പുകളിലേക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മസ്റ്ററിംഗിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിലും സുതാര്യമായ ഒരു പരിശോധന വേണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് ആലോചിക്കുന്ന കാര്യം. അതിനിടയിലാണ് ഏറ്റവും പ്രധാനമായും കോട്ടയ്ക്കൽ നഗരസഭയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് ശുപാർശ നൽകിയിട്ടുള്ളത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകുന്നത്. ഇനി കോട്ടയ്ക്കലിലേക്ക് പോകുന്നു. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഈ കോട്ടയ്ക്കലിൽ നടന്ന തട്ടിപ്പ് അതിന്റെ ആഴം കൂടുതലാണ്. നേരത്തെ വന്ന പട്ടികയിൽ പാർട്ട് ടൈം സ്വീപ്പർ മുതലുള്ള ആൾക്കാരാണ് ഈ പണം തട്ടിയതെങ്കിൽ ഇതിപ്പോൾ BMW കാർ ഉള്ള ആഡംബര വസതിയുള്ള ആൾക്കാർ പോലും ഈ ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയിട്ടുണ്ട് അനധികൃതമായി എന്ന് പറയുമ്പോൾ അത് അമ്പരപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. വിവരങ്ങൾ പറയും. പ്രജിൻ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് കോട്ടക്കൽ നഗരസഭയിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കോട്ടക്കൽ നഗരസഭയുടെ ഒരു വിശദീകരണം 2021 ധനകാര്യ വകുപ്പിന്റെ ഒരു ഫിനാൻസ് കോഡ് ഇവിടെ വരികയും ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ 63 അനർഹരുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ 63 പേർ എങ്ങനെയാണ് അനർഹരായത്, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, ആരൊക്കെയാണ്, അവരെ പിന്നീട് അതിൽ നിന്നും മാറ്റണം തുടങ്ങിയിട്ടുള്ള യാതൊരു ഇടപെടലും ധനകാര്യ വകുപ്പിൽ നിന്ന് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു നടപടികളും പിന്നീട് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. 2028 നഗരസഭ തന്നെ കണ്ടെത്തിയത് 28 പേർ ഈ രീതിയിൽ അനർഹരുണ്ടെന്നാണ്. 28 പേർക്കെതിരെ അവർ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി ഇതുവരെയും എടുത്തിട്ടില്ല. ഇപ്പോൾ 2 വർഷം പിന്നീട് കഴിഞ്ഞിരിക്കുന്നു. 2024 എത്തുമ്പോഴും ഇതിന്റെ നടപടികൾ ഓരോന്നായി നോക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ നഗരസഭ പറയുന്നത്. ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഈ ഒരു അന്വേഷണത്തിന് ശേഷവും മുനിസിപ്പാലിറ്റിയിലേക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള തുടർ നടപടികളിലെ ഒരു വീഴ്ചയൊക്കെ വളരെ വ്യക്തം തന്നെയാണ്. 7-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഗുരുതര ആരോപണങ്ങൾ ഉള്ളത്. 43-ൽ 38 അനർഹം എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് ഈ BMW കാറുള്ളവർക്ക് വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കാശിയിലാണ്. അവരുടെ മകന് BMW കാറുണ്ട്, പക്ഷെ അവർ എറണാകുളത്തുമാണ്. അവർ വന്നതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. 7-ാം വാർഡിൽ ഇത്രയേറെ അനർഹർ എങ്ങനെ വന്നു എന്നുള്ളതിന് കൗൺസിലർ പറയുന്നത് അവിടെ മറ്റ് പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യാതൊന്നും വരാൻ സാധ്യതയില്ല, അത് BJP ഭരിക്കുന്ന വാർഡാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങൾ കൂടി 7-ാം വാർഡിനെ മാത്രം കേന്ദ്രീകരിച്ച് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. വിജിലൻസ് അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഒരു കൃത്യത ഇതുമായി ബന്ധപ്പെട്ട് വരികയുള്ളൂ. ഒപ്പം തന്നെ ശരി വിപിൻ സി വിജയൻ, എന്തായാലും ആ രീതിയിൽ ആ തട്ടിപ്പിന്റെ ആഴം വലുതാണ് എന്ന് വ്യക്തമാവുന്നുണ്ട്. വിവിധ വകുപ്പുകളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനർഹർ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന കാര്യം പുറത്തുവരുന്നു. അവർക്കുള്ള നടപടികൾ കടുപ്പിക്കുമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുമുണ്ട്.